താരപകിറ്റിലേക്ക് സ്വാഗതം. നമുക്കൊരുപാട് സിനിമകൾ സമ്മാനിച്ച മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡയറക്ടർ സിദ്ദിഖാണ് ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഫുക്രി വിശേഷങ്ങളുമായി. സിദ്ദിഖേട്ടാ, നമസ്കാരം. എന്താണ് ഫുക്രി പറയുന്നത് മലയാളികളോട്? ഫുക്രി ഒരു കുടുംബകഥയാണ്. ഇതൊരു ഫുക്രി പേര് വളരെ കൗതുകമുള്ള പേരാണെങ്കിൽ പോലും ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്. എൻ്റെ ജോണറിലുള്ള എൻ്റെ ഒരു പതിവ് രീതിയിലുള്ള സിനിമ തന്നെയാണ്. ഒരുപാട് തമാശകളും നല്ല ഇമോഷനും അതുപോലെ ഒരുപാട് അഭിനയ സാധ്യതകളും ഒക്കെയുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. കാലഘട്ടങ്ങൾ വിശേഷിപ്പിക്കുന്നു. അതെ, ഒരു കാലഘട്ടം ഒരു ഒറ്റ പാട്ടിൽ തന്നെയാണ് നമ്മൾ പോയും വന്നും ഇരിക്കുന്നത്. അതിലാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ. സിദ്ദിഖേട്ടൻ്റെ മനസ്സിൽ എന്നാണ് ആദ്യമായിട്ട് ഫുക്രി വന്നത്? ഫുക്രി ഞാൻ ചെയ്യേണ്ടിയിരുന്ന പടം ദിലീപുമായിട്ടും മറ്റൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ദിലീപിൻ്റെ ആ ഡേറ്റ് എടുത്തിട്ടാണ് നമ്മൾ കിങ് ലെയർ ചെയ്തത്. എൻ്റെ ഡേറ്റ് ആയിരുന്നു. അതാണ് ഞാൻ ഔസേപ്പച്ചന് കൊടുക്കുകയും ലാല ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ആ ഡേറ്റ് പോയി. അടുത്ത ദിലീപിൻ്റെ ഡേറ്റ് വീണ്ടും എനിക്ക് ഇമ്മീഡിയറ്റ് ഡേറ്റ് ദിലീപ് തരാൻ തയ്യാറായെങ്കിലും ദിലീപിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ മുഖം ചുളിയുന്നു എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ആരെ വിഷമിപ്പിക്കേണ്ട, ദിലീപ് ഒരു കാര്യം അവരുടെയൊക്കെ ആ കമ്മിറ്റ്മെൻറ്റ് തീർത്തിട്ട് മതി, അപ്പോഴേക്കും ഞാൻ വേറൊരു ചെറിയ പടം ചെയ്യാം. ദിലീപിൻ്റെ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആലോചന തുടങ്ങുന്നത് ഈ ഫുക്രി എന്ന് പറയുന്ന കഥ. അന്ന് ഫുക്രി ഒന്നുമില്ല, ഒരു ചെറിയ പടം. മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥ. മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, രണ്ടും ഉണ്ട്. ഹിന്ദു കുടുംബമുണ്ട്, മുസ്ലിം കുടുംബമുണ്ട്. അത് രണ്ടിടത്തും ഇയാൾ ഭാഗവാക്കാണ് ഈ ജയസൂര്യയുടെ കഥാപാത്രം. അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട്. പിന്നെ ഫുക്രി എന്ന് പറയുന്നത് ഒരു ഫാമിലി നെയിമാണ്. ആ കുടുംബത്തിലെ കാരണവരാണ് സുലൈമാൻ ഫുക്രി എന്ന് പറയുന്നത് 85 വയസ്സുകാരനായ സിദ്ദിഖിൻ്റെ കഥാപാത്രം. വളരെ പിടിവാശിക്കാരനാണ്, എന്നാൽ വളരെ സ്നേഹസമ്പന്നനാണ്. വളരെ സ്നേഹസമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും. ഇന്നും അങ്ങേരുടെ മുന്നിൽ ആരും ഇരിക്കില്ല. അങ്ങേരെ ഭയഭക്തി ബഹുമാനങ്ങൾ ഒക്കെയുള്ള റെസ്പെക്റ്റ്, ഗീവ് ആൻഡ് ടേക്കാണ്. അയാൾക്ക് മക്കളോടും എല്ലാവർക്കും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. തിരിച്ചിങ്ങോട്ടും ഉണ്ട്. അയാളോട് ഒരിക്കലും ചേരാത്ത ഒരു മകനുണ്ട്. അതാണ് ലാലിൻ്റെ ക്യാരക്ടർ അലി ഫുക്രി. ഇവരുടെ തമ്മിലുള്ള ഈഗോയാണ്. ഇതിനകത്ത് വില്ലനില്ല. ഈ സിനിമയിൽ വില്ലനില്ല. ഓരോരുത്തർക്കും ഓരോരുത്തർ പ്രവർത്തികളാണ്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തമ്മിലുള്ള ക്ലാഷാണ് ഇതിനകത്ത് വില്ലനി. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു റോള് സിദ്ദിഖേട്ടൻ ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്റ്റ് കാത്തു സൂക്ഷിക്കുന്നു. അതിൽ കുറേ തമാശകൾ എന്ന് തോന്നുന്നു. എങ്ങനെ സിദ്ദിഖേട്ടൻ സ്വയം ലൈഫിലോട്ട് ഇത് കണക്ട് ചെയ്യുന്നു? എത്രത്തോളം ഈ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഏജിൽ ഫ്രീഡം കിട്ടിയിട്ടുണ്ട്? ആ കാലത്തെ തമാശകൾക്കായാലും അച്ഛനായാലും അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ ആയാലും ആ വളർന്ന കാലഘട്ടം എങ്ങനെ കണക്ട് ചെയ്തു? പഴയ കാലഘട്ടം അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. ആ പഴയ കാലഘട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എളുപ്പമാണ്. കാരണം ഞാൻ ചെറുതായിരിക്കുമ്പോൾ കണ്ടുവളർന്ന എൻ്റെ കുടുംബത്തിലൊക്കെയുള്ള കാരണവന്മാരും അവരുടെ രീതികളും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാരണവന്മാരൊക്കെ ഞങ്ങളോടും കുട്ടികളോടും ഭയങ്കര സ്നേഹമുള്ളവരാണ്. നല്ല തമാശ പറയും, ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷേ ഒരു വലിയ ആളുകളുടെ സദസ്സ് വന്നാൽ അവിടെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വലിയ ആളുകളുടെ ഇടയിൽ കാര്യം പോകുമെന്ന് പറയും, നമ്മളെ ഓടിച്ചു കളയും. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെ ചെയ്യില്ല. കാരണം ഇന്നത്തെ തലമുറ കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂടിയാണ് വന്നിച്ചാണ്. കാരണം അധികം മെമ്പേഴ്സ് ഇല്ല. അപ്പോൾ എല്ലാം ചർച്ച ചെയ്യുന്നത് ഒരു അണുകുടുംബങ്ങളായിപ്പോയല്ലോ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ, എല്ലാ കാര്യത്തിലും എല്ലാവർക്കും അഭിപ്രായമുണ്ട്. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റേത് കേൾവിക്കാരാകാൻ മാത്രമേ പറ്റുള്ളൂ. പണ്ട് സ്ത്രീകളും കുട്ടികളും കേൾവിക്കാർ മാത്രമാണ്, അവർക്ക് അഭിപ്രായങ്ങളില്ല. ഉണ്ടാകും. പിന്നെ ഭർത്താവിന് ഒറ്റയ്ക്ക് കിട്ടിക്കഴിയുമ്പോൾ മുറിയിലിട്ട് നല്ലോണം ചോദിക്കും, അതാരും കേൾക്കില്ലല്ലോ, അത് വേറെ. പക്ഷെ എങ്കിലും തലയണ മന്ത്രം അല്ലാതെ ഈ പബ്ലിക്കായിട്ട് ആരും ഒന്നും പറയില്ല. എല്ലാവരും ഈ പുരുഷ സമൂഹം എടുക്കുന്ന തീരുമാനമാണ് എപ്പോഴും വീട്ടിലെ തീരുമാനമായിട്ട് വരുന്നത്. ആ തീരുമാനം അടുത്ത ദിവസം വീണ്ടും ചർച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തലയണ മന്ത്രങ്ങളുടെ ശക്തിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടം അവതരിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിലുള്ള ആളുകളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുകയും ഞാൻ സജീവമാണ്. ഞാനൊരിക്കലും എൻ്റെ കാലഘട്ടമാണ് ശരിയെന്ന് വാശി പിടിക്കുന്ന ആളല്ല. നമ്മൾ ഇന്നത്തെ തലമുറയായിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് പ്രായം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രായം വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ ആളായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. പഴയ കാലം പോയില്ലേ. അല്ല, എന്നാലും ഞാൻ പറയണം, നമുക്കറിയാമല്ലോ സത്യം. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഫ്രിക്ഷൻ,
ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇവിടെയും നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്. അത് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ പുതിയ തലമുറ ശ്വസിക്കുന്ന അതേ വായു തന്നെയാണ് നമ്മളും ശ്വസിക്കുന്നത്, അതേ അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, അതേ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അവിടെ മാത്രം നമ്മൾ എന്തിനു മാറി നിൽക്കണം? നമ്മൾ പഴയ ആളായിട്ട് മാറി നിന്നാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. സത്യം. നമ്മൾ ഇതിൻ്റെ കൂടെ പോവുക. നമ്മൾ അന്നത്തെ കാലത്തെ ശ്വാസമൊന്നും അല്ല എടുക്കുന്നത്, ഇന്നത്തെ ശ്വാസമാണ് എടുക്കുന്നത്. നാളെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുക. ഇന്നിവിടെ എന്ത് അവൈലബിൾ ആണോ അതാണ് കഴിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എന്താണോ, ഏറ്റവും ഫാഷനബിൾ സാധനങ്ങൾ എന്താണോ അതാണ് നമ്മൾ ഇടുന്നത്. അല്ലാതെ ഒരിക്കലും ഇന്നലകളിലല്ല നമ്മൾ ജീവിക്കുന്നത്, ഇന്നിലാണ് ജീവിക്കുന്നത്. ഈ പുതിയ തലമുറ പഴയ തലമുറ എന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലർക്ക് വാശിയുണ്ട്, നമ്മുടെ കാലമാണ് ശരിയെന്ന് പറഞ്ഞ്. അത് എത്രത്തോളം അതിൽ ശരിയുണ്ട്? ഒരിക്കലും അങ്ങനെ ഒരു ശരികളില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരുപാട് കാര്യകാരണങ്ങൾ വെച്ചിട്ടാണ് ശരി. ഇപ്പോൾ ഒരാളെ കൊല്ലരുത് എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ? അതെ. എങ്കിലും നമ്മുടെ സമൂഹം എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഒരാളെ തൂക്കിക്കൊല്ലുന്നു. അതൊരു കാര്യകാരണത്തിലാണ് അല്ലേ എന്ന് പറയുന്ന പോലെ നുണ പറയരുത്. ഏറ്റവും ചെറിയ തെറ്റാണ് നുണ പറയരുത് എന്ന് പറയുന്നത്. ഉപദ്രവം ചെയ്യാത്ത എത്ര നുണകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി അതൊന്നും വേണ്ട. നമ്മൾ ഈ നുണ പറയുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന മത ആചാര്യന്മാരോട് തന്നെ നമുക്ക് തിരിച്ചു ചോദിക്കാം. ഒരാൾ കൊല്ലാൻ ഓടിച്ചിട്ട് അയാൾ ജീവനും കൊണ്ട് ഓടി വന്ന് നമ്മുടെ മുറിയിൽ വന്ന് അഭയം തേടുന്നു. പുറകെ കൊല്ലാൻ കത്തിയായിട്ട് വരുന്നവൻ ചോദിക്കുന്നു ഒരുത്തനും ഇതിലേ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നുണ പറയുന്നു. നുണയാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അതനുസരിച്ചിട്ട് നുണയും നേരിനും പോലും ഉള്ളൂ. അപ്പോൾ ഒന്നിനും വാശി പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാം മാറും. നമ്മൾ മാറുന്നതിനെ കുറിച്ച് പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും കാലങ്ങൾ മാറിയാലും ഇന്നും നമുക്ക് ഓർത്ത് ചിരിക്കണമെങ്കിൽ, സിറ്റുവേഷണൽ കോമഡി ആലോചിക്കണമെങ്കിൽ സിദ്ദിഖേട്ടൻ തന്നിട്ടുള്ള കുറേ സിനിമകളുണ്ട്. എത്രത്തോളം അന്നത്തെ നിരീക്ഷണങ്ങൾ എന്തായിരുന്നു? ഇതിൻ്റെയൊക്കെ ഇത്രയും എവിടുന്ന് കിട്ടി ഇത്രയും തമാശ കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ എനിക്കാണെങ്കിൽ ലാലിനാണ് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ കിട്ടി. എൻ്റെ ഫാദറാണെങ്കിൽ ലാലിൻ്റെ ഫാദറാണെങ്കിൽ നല്ല തമാശ പറയുന്നതാണ്. അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്നതിനാണ്. പിന്നെ എൻ്റെ ഇളയച്ചന്മാർ, വലിയച്ഛൻ്റെ മക്കൾ, ഞങ്ങൾ ഫാമിലി ഗെറ്റ് ടുഗദറിൽ തമാശ മാത്രമേ ഉള്ളൂ. ചിരിച്ച് അപ്പോൾ നമ്മൾ വെറുതെ കേട്ടിരുന്നാൽ മതി. ചിരിച്ച് നമ്മൾ ആ തമാശ ആലോചിച്ചു ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുക. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ വഴക്കില്ല. കാരണം വഴക്കിടാനൊന്നും സമയമില്ല, തമാശ പറയാനാണ് എല്ലാവർക്കും സമയമുള്ളൂ. തമാശയുടെ പവർ അതാണ്. നമുക്കൊരാളോടുള്ള ഇഷ്ടക്കേട് പോലും തമാശയിൽ കൂടി പറഞ്ഞാൽ ഇഷ്ടക്കേട് അയാൾക്ക് മനസ്സിലാവുകയും അയാളത് ആസ്വദിക്കുകയും ചെയ്യും. ഒപ്പം അതിനകത്തൊരു വൈരാഗ്യവും വരില്ല. എപ്പോഴെങ്കിലും സിദ്ദിഖേട്ടൻ ദേഷ്യപ്പെട്ട ഒരു അവസരം എപ്പോഴാണ്? ദേഷ്യം വരുമ്പോൾ ഞാൻ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ദേഷ്യം വരാതിരിക്കില്ലല്ലോ മനുഷ്യർക്ക്. അല്ല, അങ്ങനത്തെ ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം. ദേഷ്യം ഒരുപാട് സമയത്ത് വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഉടനെ തന്നെ ഒരു സെൽഫ് എഡ്യൂക്കേഷൻ ചെയ്തിട്ട് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യും. കാരണം ഈ ദേഷ്യം എന്ന് പറയുന്നത് എഫിഷ്യൻസിയുടെ മേളിലാണ് നമുക്ക് ദേഷ്യം വരിക. എൻ്റെ തോട്ട് പ്രോസസ്സും എൻ്റെ ഒരു എഫിഷ്യൻസിയും ഞാൻ വേറൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരന് കൊടുക്കുന്ന സാലറി അല്ലേ, ആ സാലറിക്കുള്ളത് അയാളിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അയാളുടെ എഫിഷ്യൻസി അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ വീട്ടിൽ ജോലിക്കാരനായിട്ട് നിൽക്കില്ല. അയാൾ വളരെ നല്ല ജോലിക്ക് പോകും. അപ്പോൾ ആ ജോലിക്കാരനെ വഴക്ക് പറയുന്നതിന് മുൻപ് അയാളുടെ എഫിഷ്യൻസിയെക്കുറിച്ച് ഞാൻ അറിയണം. അയാൾക്ക് അത്രേ കപ്പാസിറ്റി ഉള്ളൂ, അത്രേ അതിനുള്ള പൈസയെ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു കളക്ടറുടെ എഫിഷ്യൻസി അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അവിടെയാണ് ദേഷ്യം പലർക്കും വരുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദേഷ്യം വരുന്നത് പൊതുവേ ഈ ടൈം ലിമിറ്റ് ഉണ്ടാവും അല്ലേ, ടൈം ലിമിറ്റ് ഉണ്ടാവും. ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ടാവും. ആ സമയത്ത് ചെയ്ത് എല്ലാവരും നിൽക്കുമ്പോൾ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് അത് നടക്കാതെ പോകും. ഹോൾ സിസ്റ്റം പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായ ദേഷ്യം വരും. അവിടെ നമ്മൾ കട്ടിച്ച് പിടിച്ചിട്ട് ഇയാളെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് യാതൊരു ഇവിടെ വരെ മതി, ഇനിയാണ് വേണ്ട എന്ന് നമ്മൾ വിചാരിക്കും. ഇനി എത്ര തിരുത്തിയാലും ശരിയാണ്, ഇനി മാപ്പ് പറഞ്ഞാലും ശരിയാണ്, നമുക്ക് ഇനി റിസ്ക് എടുക്കാൻ വയ്യ. കാരണം ഒരുപാട് പേര് സഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അപ്പോഴും വഴക്ക് പറയില്ല. തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പേരെ നമ്മൾ ഒഴിവാക്കുമല്ലോ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. വൈരാഗ്യത്തിന്റെ പേരിലല്ല, നമ്മൾ അതിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവരെ ബാധിച്ച കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒഴിവാക്കും.
അതിപ്പോൾ ശത്രുക്കളെ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക. അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അവരെക്കുറിച്ച് പറയാതിരിക്കുക. ആരെങ്കിലും അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും മിണ്ടാതിരിക്കുക, ചീത്ത പറഞ്ഞാലും മിണ്ടാതിരിക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പം, ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഭയങ്കര വലിയ ക്ഷമ വേണം. പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് നല്ല സുഖമാണ്. നമ്മളങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും ദേഷ്യം പിടിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരെ പോലും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടാൻ നമുക്ക് പറ്റും. ഒരു കാര്യമില്ലാത്തൊരു വെറുതെ വിളിച്ചിട്ട് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ വെറുതെ അനാവശ്യമൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഓക്കെ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞാലും സന്തോഷം, ഞാൻ നോക്കാം കേട്ടോ, ഞാൻ ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ടെൻഷനാണ്. ഇയാളെ ഞാനൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ലല്ലോ എന്നാണ് അവനാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്. നമ്മളപ്പോഴേ അത് വിട്ടു. കാരണം അവൻ എന്നെ വിളിക്കുക, എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിക്കുന്നത് എന്നെ ഒന്ന് അപ്സെറ്റ് ആക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിന് വഴി അവനൊരു സുഖം കിട്ടുക. ആ സുഖം അവന് കിട്ടണ്ട. അപ്പം ഞാനത് വളരെ പോസിറ്റീവായിട്ട് എടുത്തതുപോലെ അവനോട് പറഞ്ഞു കഴിയുമ്പോൾ അവൻ പിന്നെ ഡിസ്റ്റർബ്ഡ് ആവും. ഇതാണ് നമ്മൾ. അപ്പം പിന്നെ പൊതുവേ നമ്മളോട് ആരും അറ്റാക്ക് ചെയ്യില്ല. എത്തണമെങ്കിലുള്ളൊരു പക്വത നേടിയെടുക്കാൻ ഒരു വലിയ യാത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊന്നും വേണ്ട. എത്രയോ ചെറുപ്പത്തിലേ നമുക്കിതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മളെന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്യണം എല്ലാ കാര്യത്തിലും. ആ ചിന്തിക്കാതെ റിയാക്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ അതിൻ്റെ ഫലം നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഡെസ്പാവും. പിന്നെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അത് പോയി, വേറെ വരണോ ഇനി? പോയതിൻ്റെ പുറകെ നമ്മൾ പോവുകയോ ചെയ്യരുത്. അത് പോയി അവിടെ വെച്ച് കട്ട് ചെയ്തേക്കണം. അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക, അതിൻ്റെ പുറകെ പോകാതിരിക്കുക, അതിനെക്കുറിച്ച് വേദനിക്കാതിരിക്കുക. പക്ഷെ അതൊരു പാഠമായിട്ട് എടുത്തിട്ട് ഇനി അടുത്ത അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഇതേ മിസ്റ്റേക്ക് നമുക്ക് വരാതെ നോക്കുക. നമുക്ക് എപ്പോഴും പറ്റുന്നത് അതാണ്. ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേസും പുലിവാലും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഇപ്പറേ കൂടി 100 അവസരങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇതിനേക്കാളും വലിയ വലിയ അവസരങ്ങളായിരിക്കും ഈ മിസ്സാവുന്നത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവനെ തകർക്കണം, അവനെ തോൽപ്പിച്ച് നമ്മളിത് നേടണം. അവസാനം തോൽപ്പിച്ച് നേടി വരുമ്പോഴേക്കും ഇതിന് വാല്യൂ ഉണ്ടാവില്ല, നമ്മുടെ പ്രായവും പോയിട്ടുണ്ടാവും. ഈ കാലം അത്രയും നമ്മൾ കളഞ്ഞത് തന്നെ വെച്ച്. അതുകൊണ്ട് കേസ്, പോലീസ് കേസ് ഇതിലൊന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ സിനിമയുടെ പ്രധാന പോയിന്റും അത് തന്നെയാണ്, ഈഗോയാണ്. ഒരു ഫാദറും സണ്ണും തമ്മിലുള്ള ഈഗോയാണ്. ബന്ധങ്ങളൊന്നും ശിഥിലമായിട്ടില്ലേ? കുറേ പഴയതെന്നും പണ്ടത്തതെന്നും? എല്ലാ കാലത്തും അങ്ങനെയല്ല, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്ന് മാത്രമല്ല, റിലേഷൻസ് എപ്പോഴും പോസിറ്റീവാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് വേറൊരാൾ ചെയ്യുന്നിടത്തു നിന്ന് തുടങ്ങും ഫ്രിക്ഷൻ. ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ട് ചെയ്യാൻ നമുക്ക് അതെ ഇപ്പോൾ ഇവിടെ ഇത്രയും നമുക്ക് ശ്വസിക്കാനേ വായു ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊതിയിൽ നീ ശ്വസിച്ചോ എന്ന് നമ്മൾ പറയില്ലല്ലോ. അതിന് നീ കുറച്ചു നേരം മൂക്ക് പൊത്തിപ്പിടിക്കും, ഇനി ഞാൻ ശ്വസിക്കട്ടെ നമ്മൾ പറയുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. ആദ്യം നമ്മുടെ കാര്യമാണ്, അത് കഴിഞ്ഞിട്ടേ അപരൻ്റെ ഉള്ളൂ. പിന്നെ മഹാന്മാരാണ്, അപൂർവം ബുദ്ധിയുള്ളവരും വിശാലമായി ചിന്തിക്കുന്നവരും മാത്രമേ നമ്മളെക്കാളും അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം മരണവെപ്രാളത്തിൽ പോലും ഞാൻ മരിച്ചാലും സാരമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ രക്ഷിക്കാൻ ചിലർ ശ്രമിക്കും. അവരെയാണ് നമ്മൾ മഹത്വവൽക്കരിക്കുന്നത്. അതൊരു വേറൊരു ജന്മമാണ്. അവൻ്റെ ജീവനെ അവൻ നിസ്സാരവൽക്കരിച്ചിട്ട് മറ്റൊരു ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരിക്കും അവൻ മരിച്ചു പോകും. അവനെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പറയുക, എന്താ പറയുക, ഒരു ധീരമരണം എന്നൊക്കെ പറയാം അല്ലേ. ജവാന്മാരെ കുറിച്ച് പറയുന്നതൊക്കെ അത് തന്നെയാണ്. അയാൾ നമുക്ക് വേണ്ടിയിട്ടാണ്. അയാളോട് ഒരാൾക്കും ശത്രുതയില്ല, ഇയാൾക്ക് അവരോട് ശത്രുതയില്ല. സത്യം. ഇയാൾ കൊല്ലുന്നതും ഇയാൾ മരിക്കപ്പെടുന്നതും വേറെ ആർക്കോ വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ളവരെ അത് വേറൊരു തലത്തിലാണ്. നമ്മളല്ലാത്ത സാധാരണക്കാരുടെ രീതി അനുസരിച്ച് ആദ്യം നമ്മളേ ഉള്ളൂ. നമ്മൾ നിലനിന്നാലേ നമ്മളോട് കൂടെ നിൽക്കുന്നവരൊക്കെ ഉള്ളൂ. നമുക്ക് നിൽക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ മക്കളെയും വൈഫിനെയും എല്ലാവരും ചേർത്ത് പിടിച്ച് സേഫായിട്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളത് തന്നെ അത് പ്രകൃതിയുടെ നിയമവും അത് തന്നെയാണ്. ഈ മതങ്ങളും ഈശ്വരനും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. എല്ലാവർക്കും കാലും കൈയും ബുദ്ധിയും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആരുടെയും ഡിപ്പെൻഡബിൾ അല്ല. ഹെൽപ്പ് ചെയ്യുക, പറ്റുന്ന പോലെ കൈ പിടിച്ചു കൊടുക്കുക. എന്നാണ് മനസ്സിലോട്ട് ആദ്യമായിട്ട് സിനിമ വന്നത്? ഞാൻ വളരെ ചെറുപ്പം മുതൽ സിനിമ എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം
ഞങ്ങൾ പുല്ലേപ്പടിയിൽ എൻ്റെ വീട്ടിലങ്ങനെ ഓർത്തഡോക്സ് ഫാമിലിയാണ്, സിനിമയ്ക്കൊന്നും വിടില്ല അവിടെ. ഞങ്ങൾക്ക് സിനിമ കാണാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ്. ഉമ്മയുടെ വീട്ടിൽ തൃപ്പൂണിത്തറയാണ്. അപ്പോൾ അന്ന് വലിയപ്പ ഉണ്ട്, വലിയപ്പ ഞങ്ങളെ സിനിമയ്ക്ക് വിടും. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാട് മാമമാർക്ക് അവിടെ സിനിമ കാണാൻ പറ്റുക. അപ്പോൾ ഞങ്ങളോട് ഈ സിനിമയുടെ പേര് പറ അതുപോലെ. അപ്പോൾ അവിടെ സെൻട്രൽ തിയേറ്റേഴ്സ് വന്ന് തൃപ്പൂണിത്തറ ശ്രീകല എന്ന് പറഞ്ഞ് 2 തിയേറ്ററുള്ളൂ. ഈ 2 തിയേറ്ററിലും ആഴ്ചയിൽ സിനിമ മാറുമ്പോൾ എന്നെ എൻ്റെ സിസ്റ്ററേയും ഇങ്ങനെ മാമമാരിങ്ങനെ മുപ്പിക്കും. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ വലിയപ്പ വേറൊന്നും പറയില്ല, എടാ ഇവരെയും കൊണ്ട് സിനിമയ്ക്ക് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബഹളം ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ട് അപ്പോൾ ഞങ്ങൾ പുല്ലേപ്പടിയിലൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ട സിനിമയൊന്നും ഇവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ സിനിമയുടെ ആളായിട്ട് മാറി. പിന്നെ സിനിമ ഒരു ഹരമായി. അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ സിനിമ കാണാൻ വേണ്ടിയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് പോലും എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് രാവിലെ മുതൽ എത്ര ഷോ ഉണ്ടോ, മോർണിംഗ് ഷോ, നൂൺ ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ, ഇത്രയും തിയേറ്ററിൽ കയറി പടം കണ്ടിട്ട് വന്നിട്ടാണ് കിടക്കുക. അതിനൊക്കെ മുമ്പ് നമ്മൾ ഇൻ്റർവെല്ലിന് ഔട്ട് പാസ് വാങ്ങിച്ച് ഇറങ്ങിപ്പോരും. എന്നിട്ട് അടുത്ത ദിവസം ഈ ഔട്ട് പാസ് കൊണ്ട് പകുതി കാണും, വീട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ചാരി ഇരുന്നാൽ നമ്മുടെ ഷർട്ട് ചുളുങ്ങും. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് സിനിമ കാണും. പിന്നെ അതുപോലെ കവിതയിൽ കയറിയാൽ അന്ന് കവിത കവിതയാണ് AC തിയേറ്ററുള്ളത്. അതിനകത്ത് അവരൊരു പെർഫ്യൂം ഇടും. ആ സ്മെല്ല് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ എൻ്റെ സിസ്റ്ററാണെങ്കിൽ CID ആണ്. വന്നു കഴിഞ്ഞാൽ ആദ്യം ഷർട്ട് ചുളുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കും. സ്കൂളിൽ പോയോ ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷർട്ട് സ്മെല്ല് ചെയ്യും. ഷർട്ട് സ്മെല്ല് ചെയ്താൽ ഈ കവിതയുടെ സ്മെല്ലുണ്ടെങ്കിൽ തിയേറ്റർ വരെ പിടിച്ചു കളയും സിനിമയിൽ. അപ്പോൾ അതൊക്കെ വലിയ പാടാണ്. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ഓടിയൊക്കെ വരുള്ളൂ. ഓടുമ്പോൾ വേർത്ത് അപ്പോൾ ഈ സ്മെല്ലൊക്കെ അങ്ങ് പോയി. എന്നിട്ട് പിന്നെ ഇൻ്റർവെല്ലിന് ഇറങ്ങി വരും. ഇൻ്റർവെല്ലിന് ഇറങ്ങി വന്നിട്ട് അടുത്ത ദിവസം ഇൻ്റർവെല്ലിൽ കയറും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവർ കളർ മാറ്റിക്കളയും, ചതിക്കും ഈ ഔട്ട് പാസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തലേദിവസം ചുമപ്പ്, പിന്നെ ചുമപ്പുമായിട്ട് ഇങ്ങനെ നിൽക്കും. ചുമപ്പ് വരുന്നവർ എല്ലാ ദിവസവും പോകും. അപ്പോൾ വേറൊരു സിനിമയുടെ പകുതിയാണ് പിന്നെ കാണാൻ പറ്റുക. അപ്പോൾ പിന്നെ അങ്ങനെ കാണും. അങ്ങനെയൊക്കെയാണ്. എന്നാലും സിനിമ കാണാതെ ജീവിക്കില്ലായിരുന്നു. അത് ഞാൻ മാത്രമല്ല, ഞങ്ങളവിടെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ വലിയ കൂട്ടുകുടുംബം ആയതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ പുറത്താണ് കിടക്കുക. അപ്പോൾ ആൺപിള്ളേർ പുറത്തും പെൺകുട്ടികളെല്ലാവരും അകത്താണ്. അപ്പോൾ ഈ എല്ലാവരും ഈ തലയണ വെച്ചിട്ട് ഇങ്ങനെ വേറൊരു പുതപ്പിങ്ങനെ തല ആയിട്ട് വെച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ പുതപ്പിങ്ങനെ. അപ്പോൾ ഫാദർ ആരെങ്കിലും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വന്ന പിള്ളേരൊക്കെ ഇങ്ങനെ പുതച്ചും കൂടി കിടക്കുന്നുണ്ട്. പൊക്കി നോക്കി അറിയാം, ഒറ്റണ്ണമില്ല, എല്ലാം പുറപ്പാണ്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങ് പോവുക. കാരണം ഒരുത്തനെ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ ഒറ്റിക്കൊടുക്കും. അതോടുകൂടി പിന്നെ എല്ലാം വിശ്വാസം പുലർത്തിയിരുന്ന കളവ് ചെയ്യണമെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകും. ചെറിയവനെയും കൂടി കൊണ്ടുപോകും. അവനെയും കൂടി കൊണ്ടുപോയി എല്ലാവരും കൂടിയാണ് സിനിമയ്ക്ക് പോകുക. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സിനിമ നമ്മുടെ ചെറുപ്പം മുതലേ ഉള്ള ജീവിതത്തിന്റെ ഭാഗമായി മാറി. സിനിമയാണ് ആകെപ്പാടെ പോകുന്നത് സിനിമ. ഇത്തരം സിനിമ കണ്ടു വളർന്ന് ഒരു ജോലിക്ക് ഓഫീസിൽ പ്രവേശിച്ചപ്പോൾ അയ്യോ ഞാൻ അതൊരു സേഫ് ജോബാണ്, ഇനി എങ്ങനെ സിനിമയിലേക്ക്, ആ ഒരു കാലം ഒരുപാട്. അപ്പോഴും സിനിമയിൽ എന്തെങ്കിലും ആകാമെന്നോ സിനിമയിൽ ജോലി ചെയ്യാമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സിനിമയൊക്കെ നമുക്ക് അപ്രാപ്യമായിരുന്നു. നമ്മുടെ വിദൂരത്തായിരുന്നു. ഒന്നാമത് മദ്രാസിൽ ഇവിടെ നിന്ന് ഒളിച്ചോടണം സിനിമക്കാർ. പാട്ട് നമ്മൾ കഥ ഇവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ സിനിമക്കാരൊക്കെ ഇവിടെ നിന്ന് നാട് വിട്ട് ഓടിപ്പോയി അവിടെ പോയി താമസിച്ചു. അപ്പോൾ നാട് വിടാനൊന്നും ഞാൻ തയ്യാറാണ്. ഞാൻ വീടുമായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്. അപ്പോൾ തന്നെ നമ്മൾ സിനിമ മോഹം കട്ട് ചെയ്തു. കാരണം നാട് വിട്ട് പോകണം, നാട് വിടാനേ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഒരിക്കലും ഞാൻ സിനിമക്കാരനാവില്ല. സിനിമ കാണുക എന്നുള്ളതാണ്. പക്ഷെ പതുക്കെ മിമിക്രി ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ